1 മെയ് 1 നടക്കുന്ന അഗ്നിഹോമത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ആളുകൾ അഗ്നിഹോമത്തിന് വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ അഗ്നിഹോമത്തിന് ഡിസംബർ 13 അല്ലേ, പഴനിയിൽ നിന്ന് പിറ്റേന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ പഴനി മുഴുവൻ, റോഡ് മുഴുവൻ കേരള വണ്ടികളായിരുന്നു. ഞാനൊരു അതിശയോക്തിയല്ല, മിനിമം ഒരു 2000 കാറുകൾ കണ്ടു കാണും നമ്മുടെ പരിപാടിക്ക് വന്ന ആളുകൾ മടങ്ങുന്നത്. ഞാൻ അവിടെ താമസിക്കുന്ന ഹോട്ടലിൽ ഡെൻമാർക്കിൽ നിന്ന് വന്ന ആളുകളെ കണ്ടു. നമ്മുടെ ഈ ഹോമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ അത്ര ആവേശത്തോടെ ആളുകൾ വന്നു. എങ്ങനെയുണ്ട് പുതിയ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട്? എന്താ പറയാ, മെയ് 1 നമ്മുടെ അന്ന് LMRKയുടെ വാർഷികം കൂടിയാണ്. അങ്ങനെ 9ാം വർഷത്തിലേക്ക് കടക്കാണ് LMRK. അപ്പോൾ നമ്മുടെ ഓരോ ഡ്യൂട്ടികൾ ഭഗവാൻ ഡയറക്ഷൻ ചെയ്ത് 9ാം വർഷത്തിലേക്ക് കിടക്കുക. അപ്പോഴാണ് ഈ യാഗം വരുന്നത്. അപ്പൊ നമ്മൾ 2 പരിപാടിയായിട്ടാണ് വെച്ചത്. മെയ് 1 കാലത്ത് പുലർച്ചെ 4 മണി തൊട്ട് ഒരു 9-9:30 വരെയാണ് ഈ യാഗം നടക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്താൻ അതേ ഹോളിൽ വെച്ചിട്ടാണ്. തലേ ദിവസം 30-ാം തീയതി, ഏപ്രിൽ 30-ാം തീയതി വൈകിട്ട് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ വെക്കാം. പിന്നെ അങ്ങേപ്പോലത്തെ ആൾക്കാർ വരുമ്പോൾ വെറുതെ വിടാൻ പറ്റില്ല, ഒരു ആത്മീയ സമ്മേളനം കൂടി വെക്കാം. 6:30 ആത്മീയ സമ്മേളനം, ആത്മീയ പ്രഭാഷണം നടത്താൻ ഞാൻ എത്രയോ അങ്ങേപോലെ ആൾക്കാരെ കയ്യിലിട്ടിട്ട് അത് വരുന്ന ആൾക്കാർക്ക് എത്ര ഉപകാരമാവും പറയും. അപ്പൊ അങ്ങേപോലെ പല പ്രമുഖരും വരുന്നുണ്ട്. അപ്പൊ അവരെ വെച്ചിട്ട് ഒരു 6:30 സമയത്ത് രഞ്ജി എന്നെ പെടുത്തി, ഞാൻ വരുന്നുണ്ടെന്ന് ഇപ്പോഴേ പറഞ്ഞു. എനിക്ക് ഊരാൻ പറ്റൂല. അത് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യണമല്ലോ. അപ്പൊ 6:30 നമുക്ക് ആത്മീയ സമ്മേളനം ആരംഭിക്കണം. അത് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നമ്മുടെ വിജയ് തമ്പി ചേട്ടനൊക്കെ ഉണ്ടല്ലേ, പിന്നെ വിദ്യാസാഗർ ഗുരുമൂർത്തി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചണ്ടാള ബാബ വരുന്നുണ്ടല്ലേ, യുവരാജ് ഗോകുല് വരുന്നുണ്ട്, സജീവ് സോമൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരെ കയ്യിലിട്ടിട്ട് നിങ്ങൾ വെറുതെ പോന്ന് പറയാൻ പാടില്ല. അപ്പൊ വരുന്ന ആൾക്കാർക്ക് ഒരു വിരുന്നാവും. നിങ്ങളുടെ പ്രഭാഷണം കേൾക്കുമ്പോ എത്ര അറിവുള്ള ആൾക്കാരാ, അവരെ പ്രഭാഷണം കേൾക്കുമ്പോൾ അതൊരു വിരുന്നാവും. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു 6:30 ആത്മീയ സമ്മേളനം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷന് ചെയ്യണ സമയത്ത് ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടണ്ട. നമുക്ക് ഭയങ്കര ഡിമാൻഡുള്ള സംഭവമാണ്. എവിടെയുള്ള ആൾക്കാർ ഒന്ന് ആ പരിപാടി, പക്ഷെ നമ്മളെ ഏറ്റവും കുറവ് നടത്തണുള്ളൂ. വല്ലപ്പോഴും നടത്തും. പക്ഷെ ഗുരുവായൂർ വെച്ചാണ് അവർ നടത്തിയത്. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ സമയം നമ്മുടെ മെയിൻ ഡ്യൂട്ടി ഗുരുവാന്റെ ഡ്യൂട്ടി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സെക്കൻഡ് ആയ കാരണം നമ്മൾ അത് ചെയ്യണത്. അപ്പോ പക്ഷെ അന്ന് നടത്താമെന്ന് വിചാരിച്ചു, 2 കൂടി നടത്താം. നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ നമുക്കറിയാലോ, അന്ന് അവിടെ മാക്സിമം ആൾക്കാർക്ക് മെയിൻ ഹോളിൽ ഒരു 1200-1300 പേർക്ക് കൊള്ളാം. പുറത്ത് ഒരു 1300, 2600, മാക്സിമം 3000 പേർക്കാണ് ചെയ്യുക. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു 3000 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വെച്ചിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതിനോട് ഒരു കാര്യം കൂടി, അന്നില്ല ഗുരുവായൂർ നടന്നത് 10ാം പുസ്തകത്തിന്റെ 10ാം പതിപ്പിന്റെ പ്രകാശനമായിരുന്നു. 13 അതെ, പ്രത്യേകം പറയണതാണ്, ഇവിടെ പറയണം. ഞാനൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, രാജേഷ്, ഓരോ പതിപ്പിന്റെയും ഓരോ കോപ്പി എനിക്ക് തരണം. അതിവിടെ എന്തായാലും പറയണം. കാരണം 4ാം പതിപ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ABCയിൽ വന്ന് സംസാരിക്കുന്നത്. പിന്നെ എത്ര 13ലേക്ക് നമ്മൾ ആ ബുക്കൊക്കെ കാണിച്ചു, പുസ്തകം ഉണ്ടെന്ന്. അതിന്റെ റിസൾട്ട് ഉണ്ടായി. തീർച്ചയായും ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ട്. എത്ര ആൾക്കാരുടെ കയ്യിലെത്തി പോണു, വായിക്കണു. അല്ല, എനിക്കും വ്യക്തിപരമായി സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അന്ന് നമ്മുടെ 14,000-ഓളം ആളുകളുണ്ട്. അവർക്ക് ഏതാണ്ട് ഒരു 80% ആളുകൾക്കും എന്നെയും അറിയാം. അങ്ങയുടെ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും ഭഗവാനെ കുറിച്ച് സംസാരിക്കുകയും ഇതൊക്കെ പറ്റിയ ഭാഗ്യം കൊണ്ട് എന്നെയും അവർക്ക് പേഴ്സണലി അറിയാം, നമ്മുടെ ചാനലിനെ അറിയാം. അവരെല്ലാവരും ABCയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ, സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ, അത് ഈ ചടങ്ങിനിടയ്ക്ക് എനിക്കൊന്ന് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നല്ലോ. അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി. കാരണം ഇടയ്ക്ക് വെച്ച് പോയാൽ നമ്മളിങ്ങനെ ആളുകൾ പിടിച്ചു നിർത്തി സംസാരിക്കും. കാരണം ആളുകൾക്ക് ഭയങ്കര സന്തോഷം. അവർ പറയുന്നതെന്നറിയാമോ, ഇതുപോലത്തെ ഒരു വലിയ മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു എന്നാണ് പറയുന്നത്. കാരണം അത് അവർക്ക് അത്രമാത്രം ഈ മൂവ്മെൻറ്റിനെ ഇഷ്ടമാണ്. അതിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിച്ചു, അതിന് നന്ദി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നമ്മളോടുള്ള സ്നേഹം സ്നേഹമല്ല, നമ്മളുടെ കടപ്പാടാണ്. സ്നേഹം മുഴുവൻ LMRKയോടാണ്. തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. നമ്മൾ ഒരു പരിപാടി നടത്തുമ്പോൾ. അപ്പോൾ ആ പരിപാടി ഒരാഴ്ച കൊണ്ടാണ് നമ്മള് 3000 പേരായത്. ഇത് ഞാൻ ഒരു വീഡിയോ ഇട്ടു ഗ്രൂപ്പിൽ. 4 വേറെ എവിടെയും നമ്മൾ പരസ്യം കൊടുത്തിട്ടില്ല, വേറെ എവിടെയും ഒന്നും ചെയ്തില്ല. ഇപ്പൊ നമ്മളാണ് പുറത്ത് ഇതിൽ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ 4 മണിക്ക് 10ാം തീയതി പോസ്റ്റ് ചെയ്യും.
ഏപ്രിൽ 4 നമ്മൾ ലിങ്ക് ഇടും. ഏപ്രിൽ 10 വരെ ഉണ്ടാവുള്ളൂ രജിസ്ട്രേഷൻ. 3000 പേര് ഇതാക്കും. ഏപ്രിൽ 4 വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ഫില്ല് ചെയ്തു. 10 വരെ വെച്ചതാ 3000 ഫില്ലായി. അപ്പൊ ആ ഒരു നേരത്തെ പറഞ്ഞ സ്നേഹവും ഒരു ആവേശം, അതാണ് നമ്മൾ അതിൽ കാണിക്കുന്നത്. അതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞു, കാരണം ഇതൊരു ഭക്തി കച്ചവടമല്ല, അതുകൊണ്ടാണ്. അതൊരു അപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു 500 പേർക്കും കൂടി പിന്നെ എടുത്തു കൊടുക്കാം. എങ്ങനെയെങ്കിലും തിക്കി തിരക്കി അവിടെ ഇരുത്താം. കാരണം ആൾക്കാർ അത്രയധികം വിളിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാം. പക്ഷെ ഒരു 500 പേര് കൊടുത്തു 1 മണിക്കൂർ കൊണ്ട് അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടിയാൻ പറ്റില്ല. എന്തൊക്കെയാ നമ്മുടെ പരിപാടികൾ അഗ്നിഹോമത്തില്? അഗ്നിഹോമത്തില് നമ്മുടെ തഞ്ചാവൂരിൽ നിന്ന് സ്ഥിരം വരുന്ന അവര് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന ശരണയ്യ തന്നെയാണ് ചെയ്യുന്നത്. തമിഴ് മന്ത്രത്തിലാണ് ചെയ്യണത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനം ഈ യാഗം നടത്തുന്നത്, ഈ ഹോമം നടത്തുന്നത് മുരുകസേനയ്ക്കാണ്. അതായത് അഗ്നിയാഗത്തിന് മുമ്പ് മുരുകസേനയെ നമ്മൾ പ്രീതിപ്പെടുത്തണം. അവർക്കൊരു പൂജ ചെയ്യണം. അതിനുവേണ്ടി വീരബാഹു, മുരുകന്റെ കമാൻഡർ ഇൻ ചീഫ് വീരബാഹു നവവീരർക്കുള്ള പൂജയാണ് ഒന്ന്. കാരണം അഗ്നിയാഗത്തിന് മുമ്പ് അവരുടെ അനുഗ്രഹം ആവശ്യമാണ്. 2, നമ്മുടെ ഇന്ത്യൻ ഇൽമിനാറ്റിക്ക് ശക്തി കിട്ടാൻ വേണ്ടി അതായത് ഇന്ത്യൻ ഇൽമിനാറ്റി അവിടെ ആ പവർ വരാൻ വേണ്ടിയിട്ടുള്ള അശോകൻ 9 പേർക്കുള്ള പൂജയാണ്. മൗര്യ സാമ്രാജ്യത്തിന് പൂജയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനുള്ള മര്യാദയാണ്. കാരണം അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനാണ്. അദ്ദേഹം ഈ മുരുകയുഗത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു വട്ടം പറഞ്ഞിരുന്നു അംബേദ്കർക്ക് ദർപ്പണം ചെയ്തപ്പോൾ ശേഷം എത്രത്തോളം അംബേദ്കറെ കുറിച്ചുള്ള ചർച്ചകൾ കയറി വന്നു. പക്ഷെ ഇദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പൂജയാണ് നമ്മളവിടെ ചെയ്യുന്നത്. പിന്നെ ചാണക്യനാണ് നമ്മൾ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട സാധനം. അത് ചെയ്യുന്നില്ല. ചാണക്യനെ പഠിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും പിന്നാക്ക രാജ്യമായി നിൽക്കുന്നത്. ദേശസ്നേഹത്തിന് രാഷ്ട്രം ദേശീയത എന്നുള്ള ഏറ്റവും മെയിൻ ഇത്. രാജ്യത്തിന് എന്ത് ചെയ്യണം അത് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നന്മതിന്മകളില്ല. ശത്രുരാജ്യമായിട്ട് വേണമെങ്കിൽ കൂട്ടുകൂടാം നമ്മുടെ ആവശ്യത്തിന്. ഞാൻ പോയിട്ടില്ലാത്ത 2 ഓഫീസുകളുണ്ട്. ഒന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും. ഈ 2ഇടത്തും ചാണക്യന്റെ ചിത്രമുണ്ട്. അതല്ല ഫോട്ടോസ് കണ്ടിട്ടുണ്ട് ഞാൻ. ഭിത്തിയിൽ ചാണക്യന്റെ പടം വെച്ചിട്ടുണ്ട്. അത് വേണം. ഓരോ വീടുകളിലും ഉണ്ടാവേണ്ടതാണ് ചാണക്യന്റെ ചിത്രം. ആ ചാണക്യ സൂക്തങ്ങൾ നമ്മൾ കുട്ടികൾ, കാരണം ചെറുപ്പത്തിൽ ക്യാച്ച് ചെയ്താലാണ് കുട്ടികൾ. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ സാധനങ്ങൾ എത്ര കാലം വന്നാലും ഓർമ്മ നിൽക്കും. അല്ല, നമ്മുടെ എല്ലാ വീടുകളിലും സത്യത്തിൽ ചാണക്യ തന്ത്രത്തിന്റെ ഒരു കോപ്പി ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായും. കാരണം രാഷ്ട്രം എന്നുള്ളതിന്റെ ഏറ്റവും മെയിൻ. എനിക്കൊരു അപേക്ഷ ഉള്ളത്, നമ്മുടെ ആളുകൾ, ഈ വരുന്ന ആളുകൾ വരുന്നതിന് മുമ്പ് പറ്റുന്നുണ്ടെങ്കിൽ ചാണക്യതന്ത്രത്തിന്റെ മലയാള പതിപ്പ് വാങ്ങി കയ്യിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഹോമം കഴിഞ്ഞു പോകുമ്പോഴേക്കുമാണ് അത് വാങ്ങണം, കൃത്യമായി വായിക്കണം. നമ്മൾ പറയുമല്ലോ, നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു സമാജം മറ്റു പല സമുദായങ്ങളുമായി നോക്കുമ്പോൾ വിദ്യാഭ്യാസം, കച്ചവടം, ഏത് മേഖലയിൽ നോക്കിയാലും ഹിന്ദുക്കളില്ല. ഒരു കാലത്ത് ക്രൈസ്തവരുണ്ടായിരുന്നു. ക്രൈസ്തവരെ ഇപ്പോൾ കാണാനില്ല. അത് ഒരു പ്രത്യേക വിഭാഗം ഇങ്ങനെ എമർജ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ പിന്നാക്കം പോകുന്നതിന് കാരണം നമുക്ക് അർത്ഥശാസ്ത്രം അറിയത്തില്ല, നമുക്ക് എങ്ങനെ സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല, രാജ്യതന്ത്രജ്ഞത നമ്മൾ പഠിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ ചാണക്യൻ്റെ ഒരു ചിത്രം വെക്കാൻ പറ്റുമെങ്കിൽ വെക്കണം. ഒരു ചാണക്യതന്ത്രത്തിൻ്റെ ഒരു പകർപ്പോ ഒരു കോപ്പി എല്ലാ വീട്ടിലും വേദപുസ്തകം പോലെ കൊണ്ടുവെക്കേണ്ടതാണ്. ഇത് ഞാൻ അങ്ങ് പറഞ്ഞത് വലിയൊരു കാര്യം. ഞാനൊരു അപേക്ഷയായിട്ട് പറയുകയാണ്, അങ്ങോട്ട് വരുന്ന എല്ലാവരും പറ്റെങ്കിൽ ചാണക്യനെ കുറിച്ച് പഠിച്ച് ഒരു പുസ്തകമായിട്ട് വന്നാൽ നന്നായിരിക്കും. എല്ലാവരും നമ്മൾ ഈ പൂജ നടത്തുമ്പോൾ കയ്യിലൊരു ചാണക്യന്റെ പുസ്തകം. അപ്പൊ ഇതൊരു അപേക്ഷയാണ്. എല്ലാ നമ്മുടെ ഈ അഗ്നിഹോമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു ചാണക്യന്റെ ഒരു പുസ്തകം വാങ്ങുക. കാരണം ഭഗവാൻ നമ്മളെ കൊണ്ട് ഒരു സാധനം കൈവെപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് മാതിരിയാണ്. അംബേദ്കറുടെ കാര്യത്തിലായാലും ഇനി നമ്മുടെ ഈ യാഗം കഴിയുമ്പോൾ ഒരു ചാണക്യന്റെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് കൂടുതൽ ചർച്ചകളിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മളപ്പോൾ അദ്ദേഹത്തിനും കൂടി പൂജ സമർപ്പിക്കുകയാണ്. കാരണം അത് ഈ മുരുകയുഗത്തിൽ ഭാരതത്തിന് ഏറ്റവും അത്യാവശ്യ കാര്യം ഭഗവാൻ തീരുമാനിച്ചതാണ്. ആ പൂജയും കൂടി സമർപ്പിക്കുക. അപ്പൊ ഇത്രയും ഒരു വലിയൊരു സംഭവമാണ് നമ്മളവിടെ. അപ്പൊ നമ്മൾ ഈ ആളുകൾ എന്നാണ് 30-ാം തീയതിയാണോ എത്തേണ്ടത്? 30-ാം തീയതി വൈകിട്ട് എത്തണം അവിടെ. എവിടെ വെച്ചാണ് നടക്കുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു പഴനിമലയുടെ അടുത്തുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണ്. അതിന്റെ ലൊക്കേഷൻ അത് ഞാനും വിട്ടുപോയി മറന്നു. ക്ഷേത്രത്തിനോട് വളരെ അടുത്താണ്. നമ്മളെന്തായാലും ഗ്രൂപ്പുകളിലൊക്കെ ലൊക്കേഷൻ ഇടും, എല്ലാ ഇടും, വരുന്ന ലൊക്കേഷൻ ഒക്കെ ഇടും. അപ്പൊ അവിടെ ഒരു വൈകുന്നേരം ഒരു 5 മണിക്കുള്ളിൽ എത്തുക.
5 മണിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം 6:30 നമ്മുടെ സമ്മേളനം ആരംഭിക്കാം. അത് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ. പക്ഷെ അന്ന് ഫുഡില്ല. അന്ന് കാരണം ഈ ഇത് അനുഗ്രഹം കിട്ടാൻ പോണത്, ഈ ഇതിൽ പങ്കെടുക്കാൻ അനുഗ്രഹം കിട്ടാൻ പോണത് ഈ മുരുകസേനയ്ക്കാ. നമ്മുടെ മുരുകന്റെ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കുള്ള ഹോമാണ് ശരിക്കും ഇത്. കാരണം അവർക്കാണ് ചെയ്യാൻ പോണത്. അപ്പൊ ആ എനർജി അവർക്ക്. അപ്പൊ അവര് വ്രതം എടുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10 ദിവസം വ്രതം എടുത്ത് വരിക. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം രാത്രി ഭക്ഷണം ഒഴിവാക്കുക. അതുവരെ നമ്മളവിടെ ഭക്ഷണം കൊടുക്കുന്നില്ല. ഗസ്റ്റുകൾക്ക് ഉണ്ട് കേട്ടാ. ബാക്കി എല്ലാവർക്കും ഭക്ഷണം ഇല്ല. അത് ഒഴിവാക്കിയിട്ട് അടുത്ത ദിവസം കാലത്ത് പൂജയിൽ അന്ന് ഭക്ഷണം ഇല്ലാത്തത് അന്ന് എല്ലാവരും ഒരു നേരം ഉപവസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് അവിടെ. എല്ലാവർക്കും പിറ്റേന്ന് രാവിലെ പരിപാടി ഉണ്ട്. പുലർച്ചെ 4 മണിക്കാണ് നമ്മുടെ യാഗം ആരംഭിക്കുക. അത് 9 മണിയോട് കൂടിയിട്ട് രാവിലെയാണ്. പുലർച്ചെ 4 മണിക്ക് ആരംഭിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വൈകിട്ടല്ല, അന്ന് രാത്രിയായിരുന്നു. ഇത് പുലർച്ചെ 4. അതാണ് വ്യത്യാസം. അപ്പൊ പുലർച്ചെ 4 മണി തൊട്ട് 9:30 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ്. എത്ര മണിക്ക് കഴിയുമായിരിക്കും? 9:00 കൂടിയിട്ട്. ഉച്ചയോടുകൂടി എല്ലാവർക്കും തിരിച്ചു പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 10-10:30 ആകുമ്പോഴേക്കും എല്ലാവർക്കും തിരിച്ചു പോകാം. 9:00 കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട്. അപ്പൊ 30-ാം തീയതി വൈകുന്നേരം 5 മണിയോടെ എത്തുക. പിറ്റേന്ന് ഒരു 10:30-11 മണിക്ക് പഴനി തിരിച്ചു പോവാം. പഴനി തിരിച്ചു പോവാം, അല്ലെങ്കിൽ മല കയറി ഭഗവാനെ കണ്ടിട്ട് പോവാം, തിരിച്ചു പോവാം. അപ്പൊ നമ്മുടെ ഇത് 30-ാം തീയതി 5 മണി, അടുത്ത ദിവസം 10:30 വരെ. അത്രയും സമയം നമ്മളോട് കൂടി ഇരിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. ഗിരിവലം വെക്കലൊന്നുമില്ല. ഇല്ല, ഫുള്ള് ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇത് അവിടെ വരുന്നവർക്കും പിന്നെ ലൈവായിട്ട് നമ്മൾ കാണിക്കണം. നമ്മുടെ എല്ലാം ചാനലിൽ കാണിക്കണം. വരാൻ പറ്റാത്തവർക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ലിങ്ക് വന്നാൽ മതി, ABCയിലും കാണിക്കാം. സന്തോഷം, വലിയ സന്തോഷം. ഈ 2 പരിപാടി നമുക്ക് ലൈവായിട്ട് തലേ ദിവസം പിറ്റേ ദിവസം ലൈവായിട്ട് ചെയ്യാം. അപ്പൊ ABCയിൽ അടക്കം ചെയ്യാം. അപ്പോ അത് വരാൻ പറ്റാത്തവർ അതിൽ കാണുക. അവരും വ്രതം എടുത്തിരിക്കുക 10 ദിവസം. എത്താൻ പറ്റാത്തവർ ചെയ്യാം. എത്താൻ പറ്റണ 10 ദിവസം വ്രതം എടുത്തിട്ട് ഇതിൽ പങ്കെടുക്കുക. ഇത് ഇവർക്കുള്ളതാണ്, ശരിക്കും സേനയ്ക്കുള്ളതാ. ഇനി ഒരു രസം ചോദിക്കട്ടെ, രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവർക്ക് വരാൻ പറ്റുമോ? അത് ഇപ്പോഴത്തെ ലെവലിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരണമെന്ന് തോന്നി ഒരുപാട് പേര് ചോദിക്കും. പക്ഷെ നമുക്ക് അതിനുള്ള സൗകര്യം അക്കോമഡേറ്റ് ചെയ്യാൻ മാക്സിമം വലിയ ഹോള് നമ്മൾ എടുത്തില്ല. 3000 പേരൊക്കെ അറ്റൻഡ് ചെയ്യാൻ, 3500 പേർക്ക് മേലെയുള്ള ഹോളൊന്നും നമുക്ക് കിട്ടാനില്ല. അത് തന്നെ നമ്മൾ 2 ഭാഗമായിട്ടാണ് അല്ലേ? പുറത്ത് വലിയൊരു പന്തലിട്ടിട്ട്, പാർക്കിംഗ് ഏരിയ മുഴുവൻ പന്തലിട്ടിട്ടാണ് എക്സ്ട്രാ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്യണം. മഴയില്ലാത്ത നേരം മുകളിൽ ഇടണ്ടാന്ന് മാത്രം, ബാക്കിയൊക്കെ ചെയ്യണം. പക്ഷെ അത് അന്ന് ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴയുള്ള സമയത്തായിരുന്നു. ഈ പ്രാവശ്യം അതില്ലാത്ത നേരം നമുക്ക് അത് വേണ്ട. പക്ഷെ പുറത്ത് ചെയ്യേണ്ടി വരും 2 സ്ഥലത്ത്. നമ്മൾ കേരളത്തിലൊക്കെ ഇനി ചെയ്യുമ്പോൾ ഓപ്പൺ ഗ്രൗണ്ടിൽ ചെയ്യാം. പക്ഷെ പഴനിയിൽ അടുത്തില്ല ഓപ്പൺ ഗ്രൗണ്ട്. അതാണ് അതിന്റെ ബുദ്ധിമുട്ട്. പക്ഷെ അതിലേക്ക് അപ്പൊ എല്ലാവരും രജിസ്റ്റർ ചെയ്തവരെ സ്വാഗതം ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യാത്തവർ ക്ഷമിക്കുക. ഭഗവാൻ അഗ്നി ഹോമത്തിൽ പങ്കെടുക്കാൻ നിങ്ങളെ ഇത്തവണ ക്ഷണിച്ചിട്ടില്ല. പക്ഷെ ലൈവായിട്ട് കാണാം. അതിപ്പോ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ആദ്യത്തെ പരിപാടി അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ പുസ്തകത്തിന്റെ 10ാം പതിപ്പ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രകാശനം നടത്തണം. നമ്മൾ ഇവിടെ ഇരുന്നാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ആ ചടങ്ങ് വെച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. എന്നോട് ഭഗവാൻ പറഞ്ഞു, ഗുരുവായൂരല്ല നീ വരേണ്ടത്, നീ പഴനിയിലാണ്. അല്ല, അതാണ് നമുക്കറിയില്ല. അതൊരു പക്ഷെ ഭഗവാന്റെ ഒരു അനുഗ്രഹമാട്ടാ. എത്ര ആൾക്കാർ ഒരു പരിപാടി വെച്ച് ആളെ കിട്ടാൻ വിഷമിക്കുമ്പോൾ അതാണ് നമ്മൾക്ക് ആൾക്കാർ ഒഴുകിയെത്താൻ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നടക്കും. ഏതായാലും അഗ്നിഹോമം വിജയിക്കട്ടെ എന്ന് പറയേണ്ട, അത് വിജയിക്കുന്നു. ഭഗവാനാണ്, അങ്ങ് അതിന്റെ ഒരു കർമ്മചാരി മാത്രമാണ്. എല്ലാ ഡിസൈൻ ഭഗവാന്റെ ചൗക്കീദാർ അല്ലെ? മോദിജി പറയുന്ന പോലെ ചൗക്കീദാർ, രാജ്യത്തിന്റെ ചൗക്കീദാറും ഭഗവാന്റെ ചൗക്കീദാറുമാണ്. ഏതായാലും അഗ്നിഹോമത്തിന് രജിസ്റ്റർ ചെയ്തവരെല്ലാം ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നമുക്ക് പഴനി കാണാം. നമസ്തേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.